ഇന്ന് നമുക്കൊരു കിടിലൻ ഡ്രിങ്ക് ഉണ്ടാക്കിയാലോ? നോമ്പ് തുറക്കുമ്പോൾ കുടിക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി ഇഫ്താർ ഡ്രിങ്കാണ് കേട്ടോ അത്. അപ്പോൾ ഇതൊരു ഗ്ലാസ് കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വിശപ്പും ദാഹവും ക്ഷീണവും എല്ലാം മാറിക്കിട്ടും. അത്രക്കും ടേസ്റ്റാണ്, പിന്നെ നല്ല ഹെൽത്തിയാണ് കേട്ടോ. അപ്പോൾ വെറൈറ്റി ആയിട്ടുള്ളൊരു ഡ്രിങ്കാണിത്. അപ്പോൾ ഈ ഡ്രിങ്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പൈനാപ്പിൾ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നല്ല പഴുത്ത പൈനാപ്പിൾ നോക്കി എടുക്കുക. നല്ല മധുരമുള്ളതാണെങ്കിൽ കൂടുതൽ ടേസ്റ്റി ആയിരിക്കും. ഇനിയിപ്പോൾ മധുരമില്ലാത്തതാണെങ്കിലും പ്രശ്നമൊന്നുമില്ല, കുറച്ച് കൂടുതൽ പഞ്ചസാര ചേർത്താൽ മതി. അപ്പോൾ പൈനാപ്പിളൊക്കെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 കപ്പ് പഞ്ചസാര ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പഞ്ചസാരയൊക്കെ കുറച്ച് കൂടുതൽ ചേർക്കണം, കാരണം ഞാനെടുത്ത പൈനാപ്പിൾ കുറച്ച് മധുരം കുറഞ്ഞ പൈനാപ്പിൾ ആയിരുന്നു. ഇനി ഇത് നല്ല പോലെ ഒന്ന് അരച്ചെടുക്കുക. അപ്പോൾ പൈനാപ്പിൾ ഇപ്പോൾ ഞാനിവിടെ നല്ല പോലെ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഉണ്ടാക്കുന്ന സാധാരണ പൈനാപ്പിൾ ജ്യൂസ് അല്ല, വെറൈറ്റി ഡ്രിങ്കാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് തേങ്ങ വേണം കേട്ടോ. ഞാനിപ്പോൾ 1/2 മുറി തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. ഇത് ചിരവിയതിന് ശേഷം പാലെടുത്തിട്ടാണ് കേട്ടോ ചേർക്കേണ്ടത്. നല്ല തിക്ക് പാൽ തന്നെ വേണം ചേർക്കാൻ. അപ്പോൾ ഞാൻ 1/2 ലിറ്റർ പാലാണ് ഇപ്പോൾ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ പാലും കൂടെ ചേർത്തിട്ട് നല്ല പോലെ അടിച്ചെടുക്കുക. ഞാനിപ്പോൾ 1 കപ്പ് പാൽ ചേർത്തിട്ടാണ് ഇത് അടിച്ചെടുത്തത്. അപ്പോൾ ഈ അടിച്ചെടുത്ത ജ്യൂസിനെ ഒന്ന് അരിച്ചെടുക്കണം കേട്ടോ. പൈനാപ്പിൾ ആയതുകൊണ്ട് തന്നെ അതിൽ നാരൊക്കെ ഉണ്ടാവും, അപ്പോൾ അതൊക്കെ ഒന്ന് കളയാൻ വേണ്ടിയിട്ടാണ് അരിച്ചെടുക്കുന്നത്. നമുക്ക് നല്ല ജ്യൂസ് മാത്രം മതി. ജ്യൂസ് അരിച്ചെടുത്തതിൻ്റെ വേസ്റ്റ് നമുക്ക് കളയണം. അപ്പോൾ ഞാൻ 1/2 മുറി തേങ്ങ ചിരവിയതിന് ശേഷം അതിലോട്ട് 1.5 കപ്പ് വെള്ളം ചേർത്തിട്ടാണ് കേട്ടോ പാലെടുത്തത്. അപ്പോൾ എനിക്ക് മൊത്തത്തിൽ 2 കപ്പ് പാലാണ് കിട്ടിയിട്ടുള്ളത്, അതായത് 1/2 ലിറ്റർ. അപ്പോൾ അതിൽ നിന്ന് 1 കപ്പ് പാൽ ചേർത്തിട്ടാണ് ഇതിപ്പോൾ ഇത് അരച്ചെടുത്തത്. ഇനി നമ്മൾ അരിച്ചെടുത്ത ജ്യൂസ് വലിയൊരു മിക്സിംഗ് ബൗളിലോട്ട് മാറ്റുക. എന്നിട്ട് അതിലോട്ട് നമ്മൾ ബാക്കിയുള്ള തേങ്ങാപ്പാലും കൂടെ ചേർക്കണം. അപ്പോൾ 1 കപ്പ് പാലാണല്ലോ നമ്മൾ ചേർത്ത് അടിച്ചെടുത്തത്. ഇനി ബാക്കിയുള്ള പാലും കൂടെ ചേർക്കാം കേട്ടോ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ 1-ാം പാല് 2-ാം പാല് വേർതിരിച്ച് വേണമെങ്കിൽ എടുക്കാം. ഞാൻ മൊത്തത്തിൽ 1 പാലായിട്ടാണ് കേട്ടോ എടുത്തിട്ടുള്ളത്, കാരണം രണ്ടും നമ്മൾ ഇതിലോട്ട് മിക്സ് ചെയ്യാനാണല്ലോ. അതുകൊണ്ട് പിന്നെ അങ്ങനെ നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ തേങ്ങാപ്പാലും കൂടെ ചേർത്ത് നല്ല പോലെ ഇതൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പൈനാപ്പിളിൻ്റെ കൂടെ തേങ്ങാപ്പാൽ ചേർത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഇഫ്താറിന് നോമ്പ് തുറക്കുമ്പോൾ കുടിക്കാൻ പറ്റിയ നല്ലൊരു വെറൈറ്റി ഹെൽത്തി ഡ്രിങ്കാണ്. അപ്പോൾ ഇത് സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗ്ലാസ്സിലോട്ട് കുറച്ച് ഐസ് ക്യൂബ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഡ്രിങ്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. വളരെ സിമ്പിളായിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു വെറൈറ്റി പൈനാപ്പിൾ ഡ്രിങ്കാണിത്. ഇത് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ടൊന്നും ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് സിമ്പിളായിട്ടുള്ളൊരു ഡ്രിങ്കാണ്. പൈനാപ്പിളും പഞ്ചസാരയും തേങ്ങാപ്പാലും മാത്രം മതി, എന്നാലും നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുതേ. അപ്പോൾ നിങ്ങൾ വീഡിയോസൊക്കെ കണ്ടിട്ട് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഇനി നിങ്ങൾ ഈ വീഡിയോ യൂട്യൂബിലാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇനിയിപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഫേസ്ബുക്ക് പേജിലാണ് കാണുന്നതെങ്കിൽ പേജ് ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യുക, ലൈക്ക് ചെയ്യുക. എന്നിട്ട് നല്ല പോലെ ഒന്ന് സപ്പോർട്ടാക്കണം കേട്ടോ. അപ്പോൾ മറ്റൊരു കിടിലൻ റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.